A warm welcome to you all. Now we are entering to the fifth class of Python programming. Previous class we had discussed about the operators in Python, and this class is about 4 parts because of too much length. I have posted it as 4 parts, and today we are discussing about statements and expressions in Python. അപ്പോൾ നിങ്ങളെല്ലാവരും പൈത്തൻ്റെ ഓപ്പറേറ്റേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും തോന്നുന്നു. കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ ആ ക്ലാസ് ജസ്റ്റ് കേട്ടാൽ മാത്രം പോരാ, അതിൽ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ പെർഫോം ചെയ്താൽ മാത്രമേ ആ ക്ലാസ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരെയും ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല. വി ക്യാൻ ഗോ ടു ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ നോക്കാം. ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് എ പൈത്തൺ ഇൻ്റർപ്രറ്റർ ക്യാൻ എക്സിക്യൂട്ട് ആർ കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു പൈത്തൺ ഇൻ്റർപ്രറ്ററിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഇൻസ്ട്രക്ഷൻസിനെയാണ് ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A=1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ ആക്ച്വലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തണിൽ നമ്മൾ 2 ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൾട്ടിലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സും പൈത്തണിൻ്റെ ഇൻഡൻറ്റേഷനും. നമ്മൾ കമൻറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ മൾട്ടിലൈൻ കമൻറ്റ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് മൾട്ടിലൈൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് മൾട്ടിലൈൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. എൻഡ് ഓഫ് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ ഡു നോട്ട് നീഡ് എനി സെമിക്കോളൻ ഓർ അതർ സ്പെഷ്യൽ ക്യാരക്ടർ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞത് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. പൈത്തണിൽ ആക്ച്വലി ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നോർമലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഒരു സെമിക്കോളൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിമ്പൽ യൂസ് ചെയ്യും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററിനെ മനസ്സിലാക്കാൻ. എന്നാൽ പൈത്തണിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിലൈൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ആക്ച്വലി എന്തെങ്കിലും സിമ്പിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് നെക്സ്റ്റ് ലൈൻ പറയുന്നത്. But we can make a statement extend over multiple lines with the line continuation character. ഒരു സ്ലാഷ് ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് വിടാം. ഒരു ലൈനിൽ തന്നെ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് ലൈനിൽ അത് കണ്ടിന്യൂ ചെയ്യാം, പിന്നെയും വീണ്ടും നെക്സ്റ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു സ്ലാഷ് ക്യാരക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിളിൽ എന്താണ് പറയുന്നത്? A=1 + 2 + 3 എന്ന് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാമായിരുന്നു. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആക്ച്വലി ഇത് പ്രോഗ്രാം കറക്റ്റായിട്ട് റീഡ് ചെയ്യും. എന്നാൽ നമുക്കത് 2 ലൈനിലോ 3 ലൈനിലായിട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 + 2 + 3 കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റർ അവിടെ മനസ്സിലാക്കുന്നത് ഈ 3+ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി 3+ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ എററാണ്. 3+ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റർ ആ ലൈൻ റീഡ് ചെയ്ത് നിർത്തിയിട്ടില്ല, ആ ലൈനിൻ്റെ ബാക്കി നെക്സ്റ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് ഇൻ്റർപ്രറ്ററിന് മനസ്സിലാവും. അപ്പോൾ 3+ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 തൊട്ട് വീണ്ടും ആ സെയിം ലൈനായിട്ടാണ് റീഡ് ചെയ്ത് പോവുക. പ്രോഗ്രാമിൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുന്നു, അത് ഇൻ്റർപ്രറ്റർ അതൊരു സിംഗിൾ ലൈനായിട്ട് റീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഇൻ പൈത്തൺ ലൈൻ കണ്ടിന്യൂഷൻ ഈസ് ഇംപ്ലൈഡ് ഇൻസൈഡ് പാരാന്തസിസ്, ബ്രാക്കറ്റ്സ് ആൻഡ് ബ്രേസസ്. നമുക്ക് ലൈൻ കണ്ടിന്യൂഷൻ ഈ സ്ലാഷ് ക്യാരക്ടർ യൂസ് ചെയ്തല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് മൊത്തം അതിപ്പോൾ അടിയിലേക്കായിട്ട് എഴുതിയാലും ബ്രാക്കറ്റ് എവിടെ ക്ലോസ് ചെയ്യുന്നു അവിടെ വരെ ആയിരിക്കും ഒരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബ്രേസസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. അപ്പോൾ ആ സ്ലൈഡിൽ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ അറിയാം. A=2 എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്പേഴ്സിൻ്റെ അഡീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻ്റർപ്രറ്റർ ഒറ്റ ലൈനായിട്ടായിരിക്കും ആ അഡീഷൻസ് മൊത്തം റീഡ് ചെയ്യുക. നെക്സ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇതുപോലെ തന്നെ 3 സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട്. റെഡ് അത് ഓരോ സിംഗിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ളത് അത് സ്ട്രിങ് ആണ്. അപ്പോൾ 3 സ്ട്രിങ്ങുകൾ അടിയിലേക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് ബ്രേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ 3 സ്ട്രിങ്ങുകളും കൂടിയിട്ട് കളേഴ്സ് എന്നൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ നോർമൽ ബ്രേസസ് ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ്സ് മാത്രമല്ല ബ്രേസസ് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാമെന്ന് പറയണം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കാൻ പറ്റും. ഒരു സെമിക്കോളൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് 3 സ്റ്റേറ്റ്മെൻറ്റാണ്. A=1, B=2, C=3. അപ്പോൾ A=1 കഴിഞ്ഞിട്ടൊരു സെമിക്കോളൻ ഇട്ടു. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻ്റർപ്രറ്ററിന് മനസ്സിലായി. പിന്നെ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് റീഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് B=2നെ റീഡ് ചെയ്തു. അത് കഴിഞ്ഞ് സെമിക്കോളൻ ഇട്ടു. C=3 ഇട്ട് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇല്ല. അപ്പോൾ ഇൻ്റർപ്രറ്ററിന് മനസ്സിലായി അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ലൈൻ അവിടെ കംപ്ലീറ്റ് ആയെന്ന്. അത് കഴിഞ്ഞ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ എറർ ഉണ്ടാവുകയോ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ അടിച്ച അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അടിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഈ സെമിക്കോളൻ യൂസ് ചെയ്യുന്നതോടെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഒരു സിംഗിൾ ലൈനിൽ ടൈപ്പ് ചെയ്യാം. അത്ര മാത്രമേ ആക്ച്വലി അതിലൂടെ പറയുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പൈത്തണിൻ്റെ ഇൻഡൻറ്റേഷനെ പറ്റിയാണ് പറയുന്നത്. Most of the programming languages like C, C++, and Java uses braces to define a block of code. Python, however, uses indentation. മറ്റുള്ള മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും C++ തുടങ്ങിയ ജാവ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും നമ്മൾ ഈ ഏത് ലൂപ്പായാലും ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ഒരു ബ്രേസസിൻ്റെ ഉള്ളിലാണ് എഴുതുക. ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ ഓപ്പണിങ് ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നത് വരെ അത് ആ ബ്ലോക്ക് ഓഫ് കോഡ് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ക്ലോസിങ് ബ്രേസും സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓപ്പണിംഗ് ബ്രേസ് ഉണ്ടായിരിക്കും. എന്നാൽ പൈത്തണിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഈ കോഡുകളൊക്കെ. പ്രോഗ്രാമിങ്ങിലേക്ക് ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ പൈത്തണിൽ പിന്നീട് അറിയാം. ഇപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ മനസ്സിലാവും. ഫോർ ലൂപ്പ് വൈൽ ലൂപ്പൊക്കെ പിന്നെയാണ് എടുക്കുന്നത്, അതിനെപ്പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ലൂപ്പുകളൊക്കെ ഓപ്പണിംഗ് ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും പൈത്തണിൽ പ്രത്യേക സിമ്പിൾസ് യൂസ് ചെയ്യുന്നില്ല. ഒരു ഓപ്പണിംഗ് ബ്രേസോ ക്ലോസിംഗ് ബ്രേസോ യൂസ് ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് പറയുന്നുണ്ട്. നെക്സ്റ്റുള്ള പോയിൻറ്റ്സ് മനസ്സിലാക്കുന്നതിന് മുന്നേ ആക്ച്വലി പൈത്തൺ ഇൻഡൻറ്റേഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് ശേഷമാണ് ഈ പോയിൻറ്റ്സ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ പൈത്തണിൻ്റെ ഇൻഡൻറ്റേഷൻ എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം ഞാൻ എന്ന വേരിയബിളിന് 12 എന്നൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഇഫ് ലൂപ്പ് കൊടുക്കാം നമുക്ക്. ഇഫ് ഒരു കണ്ടീഷൻ A>10. ഈ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്, കാരണം എയുടെ വാല്യൂ 10നേക്കാൾ ഗ്രേറ്റർ ആണ്, 12 ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇഫ് ലൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കോളൻ ഇട്ട് കൊടുക്കണം. അതിനുശേഷം എൻ്റർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും ഇഫ് ലൂപ്പിൻ്റെ അണ്ടറിൽ ഡയറക്റ്റ് അടിച്ചു പോകരുത്. കാരണം അങ്ങനെ അടിച്ചു പോകുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റർ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓപ്പണിംഗ് ബ്രേസോ ക്ലോസിംഗ് ബ്രേസോ ഈ പൈത്തണിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 4 സ്പേസസ് ഇട്ട് കൊടുക്കുക. ഈ 4 സ്പേസസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 സ്പേസസിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കണം ഈ ഇഫ് ലൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും 1 by 1 നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാതും ആ ഒരു 4 സ്പേസ് ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൽ എറർ ഉണ്ടാവും. ഇഫ് ലൂപ്പിൽ ഞാനിപ്പോൾ ഒരു 4 സ്പേസ് ഇട്ടു. 4 സ്പേസ് ഇട്ടിട്ട് ഞാനൊരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് കൊടുക്കുകയാണ്. പ്രിൻറ്റ് ഇറ്റ്സ് കറക്റ്റ്. ചുമ്മാ നമുക്ക് കോഡ്സിനുള്ളിൽ കൊടുക്കണം. പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് കറക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഈ ഇഫ് ലൂപ്പിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മളിത് സേവ് ചെയ്തിട്ട് കമാൻഡ് പ്രോപ്പർലി റൺ ചെയ്ത് നോക്കാണ്. റൺ ചെയ്യാനായിട്ട് ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൈത്തൺ സ്പേസ് നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. text.py എന്ന ഫോർമാറ്റിൽ മുന്നേ സേവ് ചെയ്ത് വെച്ചതാണ് ഞാൻ വീണ്ടും സേവ് ചെയ്യാഞ്ഞത്. ജസ്റ്റ് Ctrl+S കൊടുത്തോളൂ. അപ്പോൾ പൈത്തൺ സ്പേസ് എടുക്കുക. അത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ പേര് ടെസ്റ്റ് എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്. text.py ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിൽ എറർ എന്താ കാണിക്കണേ? വൈൽ സ്കാനിങ് ദ സ്ട്രിങ്. ഓക്കെ, അത് ഞാൻ ഇവിടെ സിംഗിൾ കോഡ്സിലും ഇവിടെ ഡബിൾ കോഡ്സിലാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെ എററാണ്. എന്നില്ലെങ്കിൽ രണ്ടും ഡബിൾ കോഡ്സിൽ ക്ലോസ് ചെയ്യണം. ഞാൻ സേവ് ചെയ്തു. ഇനി ഒന്നുകൂടി. അപ്പോൾ ഇപ്പോൾ അതിൽ പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇറ്റ്സ് കറക്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്തു. ഒരു ഇഫ് ലൂപ്പ്. ഇപ്പോൾ ഈ ഇഫ് ലൂപ്പിൻ്റെ ഇടയിലത്തെ സ്പേസ് ഞാൻ കളഞ്ഞു എന്ന് വയ്ക്കുക. ഈ ഇഫ് ലൂപ്പിൻ്റെ സ്പേസ് ഞാൻ കളഞ്ഞു, നോർമലി ആക്കി. ഞാനിപ്പോൾ അത് സേവ് ചെയ്യാണ്. ഇനി അത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ എറർ കാണിച്ചു. കാരണം കണ്ടോ, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ എറർ വന്നു. text.py പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ് എറർ നിൽക്കുന്നത്. ഈ ഇഫ് ലൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ല, പിന്നെ റീഡ് ചെയ്യുന്ന മറ്റൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഇപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എറർ ഉണ്ടാക്കില്ലായിരുന്നു.
ഈ ഇഫ് ലൂപ്പ് കണ്ടീഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടില്ല. അതാണ് ആക്ച്വലി ഇൻ്റർപ്രറ്റർ ഇവിടെ എറർ ഉണ്ടാക്കിയത്. അപ്പോൾ പൈത്തൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിനിമം ഒരു 4 സ്പേസസ് എങ്കിലും ഇട്ടണം. 4 സ്പേസിന് കൂടിയോണ്ട് കുഴപ്പമില്ല. ആ 4 സ്പേസ് ആണ് ഇട്ടെന്നുണ്ടെങ്കിൽ അതിന് ആ അത്രയും സ്പേസസ് തന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും മറ്റൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഫ് ലൂപ്പ് തന്നെ വേണമെങ്കിൽ വേറൊരു ഇഫ് ലൂപ്പ് ഇതിൻ്റെ അണ്ടറിൽ കൊടുക്കാം. ഇഫ് എ ലെസ് ദാൻ 15 എന്ന് കൊടുത്തു. നമ്മൾ അതിനും കോളനിട്ട് ഓപ്പൺ ചെയ്തു. ഒന്നില്ലെങ്കിൽ ടാബ്, നമുക്കിപ്പോൾ ഈ സ്പേസ് ഇടുന്നതിന് പകരം ടാബ് ഞെക്കിയിട്ടായാലും ചെയ്യാം. കാരണം ഇപ്പോൾ ഇതിനകത്ത് ടാബ് ഞെക്കുമ്പോൾ വലിയ സ്പേസിലേക്ക് പോകുന്നുണ്ട്. നമുക്കതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എൻ്റർ അടിച്ച് നമുക്കൊരു ടാബ് അടിച്ചിട്ട് ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. പ്രിൻ്റ് ഇതിൽ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വേറെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പ്രിൻ്റ് ഹലോ എന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യുമോ നോക്കാം. അപ്പോൾ ഓക്കെ, നേരത്തെ എറർ വന്നത് ടാബ് യൂസ് ചെയ്തുകൊണ്ടാണ് എറർ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നോർമലി നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ എറർ വരില്ല. ഇപ്പോൾ ഇവിടെ 4 സ്പേസ് ആദ്യത്തേൻ്റെയും ഇവിടെ 4 സ്പേസ് എക്സ്ട്രാ നമ്മൾ വേറെ ഇട്ടു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്ത് നോക്കുകയാണോ തോന്നി. അപ്പോൾ ആക്ച്വലി എററില്ല, ക്ലിയർ ആയിട്ട് ഔട്ട്പുട്ട് വന്നു. ഇറ്റ്സ് കറക്റ്റ് എന്ന ഫസ്റ്റത്തെ ഇഫ് കണ്ടീഷൻ്റെ ഔട്ട്പുട്ടും രണ്ടാമത്തെ ഇഫ് കണ്ടീഷൻ ലെസ് ദാൻ 15 ആയതുകൊണ്ട് ഹലോ എന്ന് 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ടാബ് യൂസ് ചെയ്തതുകൊണ്ട് എറർ സാധാരണ രീതിയിൽ വരേണ്ടതല്ല. ഇനിയിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്താണെന്ന് അറിയില്ല. നോർമലി എല്ലാ പൈത്തൺ സോഫ്റ്റ്വെയർസിലും ഇതിപ്പോൾ നോട്ട് പാഡിൽ അടിച്ചുകൊണ്ടൊക്കെ ആവും ചിലപ്പോൾ. പൈത്തൺ സോഫ്റ്റ്വെയർസിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ടാബ് യൂസ് ചെയ്തിട്ടാണ് അടിക്കാറ്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എററൊന്നും വരുന്നതല്ല. അപ്പോൾ വീണ്ടും നമ്മൾ നെക്സ്റ്റ് പോയിൻറ്റ്സ് നോക്കുകയാണ്. എ കോഡ് ബ്ലോക്ക് സ്റ്റാർട്ട് വിത്ത് ഇൻഡൻറ്റേഷൻ ആൻഡ് എൻഡ്സ് വിത്ത് ദി ഫസ്റ്റ് അൺഇൻറ്റൻറ്റഡ് ലൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇഫ് ലൂപ്പോ ഫോർ ലൂപ്പോ എന്ത് ഫംഗ്ഷൻ ആയാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻഡൻറ്റേഷൻ വെച്ചിട്ടാണ്. അതേപോലെ അത് എൻഡ് ചെയ്യുന്നത് അൺഇൻറ്റൻറ്റഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡൻറ്റേഷൻ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യും. അതായത് നെക്സ്റ്റ് കോഡ് ബ്ലോക്ക് നെക്സ്റ്റ് നോർമൽ ലൈൻ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ജനറലി 4 white spaces are used for indentation and are preferred over tabs. ഒന്നില്ലെങ്കിൽ നോർമലി 4 വൈറ്റ് സ്പേസസ് ആണ് ആക്ച്വലി ഇൻഡൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടാബ് പ്രസ് ചെയ്യുക. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത നോട്ട് പാഡിൽ ടാബ് പ്രസ് ചെയ്യുമ്പോൾ വാസ്റ്റ് ഒരു വലിയൊരു ഏരിയ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ടാബ് സ്പേസ് അവിടെ യൂസ് ചെയ്തപ്പോൾ എറർ വന്നത്. എന്നാൽ നോർമലി പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിലൊക്കെ ടാബ് സ്പേസ് ടാബ് ചെക്ക് കഴിഞ്ഞാലും അല്ലെങ്കിൽ 4 വൈറ്റ് സ്പേസസ് ഇട്ട് കൊടുത്താലും ആക്ച്വലി സെയിം ഇൻഡൻറ്റേഷനാണ്. ആ ഇൻഡൻറ്റേഷനിൽ തന്നെ ആയിരിക്കണം, ആ ഒരു മാനറിലായിരിക്കണം ആ ബ്ലോക്ക് ഓഫ് കോഡ് മുഴുവൻ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് മാത്രം. നെക്സ്റ്റ്, ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ഇൻഡൻറ്റേഷൻ ഇൻ പൈത്തൺ മേക്സ് ദി കോഡ് ലുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ. കാരണം മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോൾ പൈത്തണിലെ കോഡിൽ ഇൻഡൻറ്റേഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി കാണുമ്പോൾ തന്നെ ഒരു നീറ്റും ക്ലീൻ ആയിട്ട് ഒരു ഇഫ് ലൂപ്പ് കഴിഞ്ഞ് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഇഫ് ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് അത് കാണുമ്പോൾ തന്നെ റീഡ് ചെയ്യാനും എല്ലാത്തിനും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ലുക്കായിരിക്കും. നെക്സ്റ്റ്, ഇൻഡൻറ്റേഷൻ ക്യാൻ ബി ഇഗ്നോർഡ് ഇൻ ലൈൻ കണ്ടിന്യൂഷൻ ബട്ട് ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ഐഡിയ ടു ഇൻഡൻറ്റ്. നമുക്ക് വേണമെങ്കിൽ ഈ ഇൻഡൻറ്റേഷൻ ഒരു ലൈനിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് വേണമെങ്കിൽ ഒറ്റ ലൈനിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻഡൻറ്റേഷൻ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഗുഡ് ഐഡിയ എപ്പോഴും ഇൻഡൻറ്റ് ചെയ്തിട്ട് കോഡ് ഇൻഡൻറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യുന്നതാണ്. കാരണം നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാത്തിലും ലുക്കിംഗ് റീഡ് ചെയ്തെടുക്കാനൊക്കെയും ഈസിയാണ് ഇൻഡൻറ്റ് ചെയ്തിട്ട് ആക്ച്വലി കോഡ് എഴുതുന്നത്. നെക്സ്റ്റ് നമ്മൾ പൈത്തണിൽ എക്സ്പ്രഷൻ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. An expression is a combination of values, variables, operators and calls to function. ഒരു എക്സ്പ്രഷനിൽ എന്തൊക്കെ വരും? വാല്യൂസ് വരും, വാരിയബിൾസ് വരും, ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിലേക്കുള്ള കോള്, ഇതൊക്കെ ഒരു എക്സ്പ്രഷനിൽ വരും. നെക്സ്റ്റ്, എക്സ്പ്രഷൻസ് നീഡ് ടു ബി ഇവാലുവേറ്റഡ് ഫസ്റ്റ്. ഇഫ് യു ആസ്ക് പൈത്തൺ ടു പ്രിൻ്റ് ആൻ എക്സ്പ്രഷൻ, ദ ഇൻ്റർപ്രറ്റർ ഇവാലുവേറ്റ്സ് ദി എക്സ്പ്രഷൻ ആൻഡ് ഡിസ്പ്ലേസ് ദി റിസൾട്ട്. അപ്പോൾ പൈത്തണിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു വാരിയബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു എക്സ്പ്രഷൻ കൊടുക്കുകയാണെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്താ ആദ്യം ചെയ്യുക? അതാദ്യം ഇവാലുവേറ്റ് ചെയ്യും. അതിന് ശേഷമാണ് അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ പൈത്തൺ ഐഡിയൽ സോഫ്റ്റ്വെയറിൽ നോക്കാം.
ഇപ്പോൾ പൈത്തണിൽ എക്സ്പ്രഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. ഇപ്പോൾ രണ്ട് വേരിയബിളിന് ഞാൻ ജസ്റ്റ് രണ്ട് വാല്യൂസ് എ കോമ ബിക്ക് 4, 5 രണ്ട് വാല്യൂസ് കൊടുത്തു. ഇനി നമുക്കൊരു എക്സ്പ്രഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ആക്ച്വലി ഇതിൽ സി ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ളിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ആക്ച്വലി ഇതിൽ സി ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്. ഇതാണ് എക്സ്പ്രഷനും സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ്, അതുപോലെ തന്നെ വാല്യൂസ്, അതുപോലെ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്, വാരിയബിൾസിൻ്റെ ഉണ്ട് കോമ്പിനേഷൻ. രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഈ സ്ലൈഡിൽ തന്നെ ഒരു ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ടേക്കിംഗ് ഇൻപുട്ട് ഇൻ പൈത്തൺ. അപ്പോൾ പൈത്തണിൽ 2 ഇൻബിൽട്ട് ഫങ്ഷൻസ് ആണ് ഇൻപുട്ട് റീഡ് ചെയ്യാനായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് പ്രോംപ്റ്റും രണ്ടാമത്തെ റോ ഇൻപുട്ട് പ്രോംപ്റ്റും ആണ്. അതിൽ ഫസ്റ്റത്തെ ഇൻപുട്ട് പ്രോംപ്റ്റ് എന്താണ്? ദ ഫങ്ഷൻ ഫസ്റ്റ് ടേക്സ് ദി ഇൻപുട്ട് ഫ്രം ദി യൂസർ ആൻഡ് ദെൻ ഇവാലുവേറ്റ് ദി എക്സ്പ്രഷൻ. ആദ്യം യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുത്തിട്ട് പിന്നീടാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇഫ് ദ ഇൻപുട്ട് പ്രൊവൈഡഡ് ഈസ് നോട്ട് കറക്റ്റ് ദെൻ ഐദർ സിൻടാക്സ് എറർ ഓർ എക്സെപ്ഷൻ ഈസ് റൈസ്ഡ്. ഇപ്പോൾ നമ്മൾ കിട്ടിയ ഇൻപുട്ട് എന്തെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സിൻടാക്സ് എററോ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷനോ പൈത്തൺ പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റോ ഇൻപുട്ട് പ്രോംപ്റ്റ് ആണ്. ആക്ച്വലി ഈ ഫങ്ഷൻ ഇൻപുട്ട് പ്രോംപ്റ്റിനോട് ഒരു കറസ്പോണ്ടിങ് സെയിം ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അത് പൈത്തൺ 2.0 വെർഷനിൽ, ഓൾഡർ വെർഷനിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് എന്ന് മാത്രം. നമ്മളിപ്പോൾ പൈത്തൺ 3.0 ആ ഒരു വെർഷൻസിന് ശേഷം വരുന്ന 3.8 വെർഷനിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ പൈത്തൺ 3 വരുന്ന ഇൻപുട്ട് പ്രോംപ്റ്റിനെ പറ്റിയാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിന് എക്സാമ്പിളിന് ജസ്റ്റ് സി എന്നൊരു വേരിയബിളിലേക്ക് നമ്മൾ സംതിങ് ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. ഒരു വേർഡ്, അതായത് ഒരു നെയിം നമ്മൾ ഇൻപുട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇൻപുട്ട് എന്നൊരു ഫങ്ഷൻ കൊടുക്കുക. ഇൻപുട്ട് ഓഫ് അതിനെ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് ടൈപ്പ് ചെയ്തു, കോഡ്സിനുള്ളിൽ കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് വന്നു. നമ്മൾ എൻ്റർ ചെയ്തത് ഇത് ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഫങ്ഷനാണ്. അപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് ബ്ലിങ്ക് ചെയ്ത് നിന്നു. നമ്മൾ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ പേര് എൻ്റർ ചെയ്തു. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ സി എന്ന വേരിയബിളിലേക്ക് ഇപ്പോൾ ആൽവിൻ എന്നൊരു പേര്, ഒരു സ്ട്രിങ് അതിലേക്ക് എൻ്ററായി. ഇനി നമുക്ക് അത് പ്രിൻ്റ് ചെയ്ത് നോക്കണമെങ്കിൽ പ്രിൻ്റ് ഓഫ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റായി. ഇനി കറസ്പോണ്ടിങ് ആ വേരിയബിൾ ഏത് സ്ട്രിങ് ആയിട്ടാണോ എങ്ങനെയാണ് റീഡ് ചെയ്തിട്ടുള്ളത്, സ്ട്രിങ് ആണ് ആക്ച്വലി. ടൈപ്പ് ഓഫ് സി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്ലാസ് സ്ട്രിങ് എന്ന് കൊടുത്ത്, അതായത് സ്ട്രിങ് എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കറസ്പോണ്ടിങ് ഒരു നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തത് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ എൻ്റർ എനി നമ്പർ, നമ്പർ എന്ന് നമ്മൾ കൊടുത്തു. നമ്മളെന്തെങ്കിലും നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എററൊന്നുമില്ല. ഓക്കെ, പ്രിൻ്റ് സി കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത നമ്പറാണ്. ഇനി ഇതിൻ്റെ ടൈപ്പ് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് സി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ്. ആക്ച്വലി നമ്മൾ ഇവിടെ റീഡ് ചെയ്തെടുക്കുന്നത് എപ്പോഴും നമ്മളിപ്പോൾ എൻ്റർ ചെയ്തത് നമ്പറാണ് എന്നുണ്ടെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻ്റർപ്രെറ്റർ അത് സ്ട്രിങ്ങിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് അതിനെ റീഡ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തപ്പോഴും അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് എന്ന് വന്നത്. നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊരു ഫങ്ഷൻ വേറെ പഠിക്കാനുണ്ട്. ഈ ടൈപ്പ് കാസ്റ്റിങ്ങിലൂടെ ആക്ച്വലി നമുക്ക് ഈ സ്ട്രിങ്ങിനെ നമ്പറായിട്ടോ
എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രെറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് പ്രോഗ്രാമിലേക്ക് അതിനെ സ്ട്രിങ് ആയിട്ടോ നമ്പറായിട്ടോ എങ്ങനെ വേണമെങ്കിലും റീഡ് ചെയ്തെടുക്കാം. അത് പിന്നീട് ഏത് ഫംഗ്ഷനിൽ വേണമെങ്കിലും ആ വാല്യൂസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് പിന്നെ ഡിസ്കസ് ചെയ്യാതെ നമുക്ക് പിന്നീട് പഠിക്കാനുള്ളതുണ്ട്.